ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ദേഷ്യം, ഇറിറ്റേഷൻ, വഴക്കുണ്ടാക്കുക മറ്റൊരാളോട്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജി ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനർജി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇവരുടെ മുന്നിൽ ആരാണോ വരുന്നത് അവരോട് വഴക്കിടുന്നതായിട്ടുള്ള എനർജിയാണ് ഇവർക്കുള്ളത്. അതായത് ആർഗ്യുമെൻറ്റ്, ആരോടാണെങ്കിലും ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി. ചിലപ്പോൾ നിങ്ങളോട് കൂടിയും ഇവർ വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ കുറച്ചൊന്ന് അവെയറായിട്ടിരിക്കുക. ഇവിടെ ഇവരുടെ മൂഡ് മോശമാകാനുള്ള മെയിൻ കാരണം ഇവരുടെ മേലും വിശ്വാസം ചെയ്യുന്നില്ല. ഇവർക്ക് സ്വയം ഇവരുടെ മേൽ വിശ്വാസമില്ല. അതായത് ഇവരെ കൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അതായത് അപ്പോൾ ഇവർക്ക് സ്വയം ഇവരുടെ മേൽ തന്നെ ഒരു ബ്ലെയിം ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് ഇവർ വരും. അതായത് എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനായിട്ടുള്ള എനർജി. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ നിങ്ങൾ ഒത്തിരി വിശ്വാസം വച്ചു, പക്ഷേ അവർക്ക് അതിനനുസരിച്ച് ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ അവർ അവരെ തന്നെ ബ്ലെയിം ചെയ്യുകയാണ്. ഞാൻ തെറ്റാണല്ലോ ചെയ്യുന്നത്, എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഞാൻ തെറ്റാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ബ്ലെയിം ചെയ്യുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കംപ്ലീഷൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സിറ്റുവേഷൻസ് ഇവരെ കൺട്രോളിലല്ല ഉള്ളത്. സിറ്റുവേഷൻ ഇവരുടെ കൺട്രോളിലാവാത്തത് കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ഫിയർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് ദേഷ്യമായിട്ട് പെരുമാറുക എല്ലാവരോടും, ആ ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യവും അറിയാം. അതായത് ആരാണ് തെറ്റുകാർ, ആരാണ് നല്ല ആൾക്കാർ, ഏത് വഴിയാണ് ശരി, ഏത് വഴിയാണ് മോശം, എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും അവർ ഇങ്ങനെ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും ഞാൻ, എങ്ങനെ ചെയ്യും ഞാൻ, അങ്ങനെ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും നടക്കണമെന്നാണ്. ഇവിടെ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും ദേഷ്യമാകുന്നത് ഇവർക്ക്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും ശരിയാക്കിയില്ല എങ്കിൽ പിന്നെ കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ശരിയാക്കാൻ പറ്റിയാൽ പോലും എന്നെക്കൊണ്ട് സാധിക്കാതെ ആകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ശരിയായ സമയം, ഇപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം ശരിയാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരെ കൊണ്ട് സാധിക്കുന്നതുമില്ല. ഇവർ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഇവർ കൂടുതലായിട്ടും മെഡിറ്റേഷൻ, ഒറ്റയ്ക്കിരിക്കുവാൻ ശ്രമിക്കുക, എന്തെങ്കിലും യോഗ, എക്സസൈസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അതായത് ഇവരുടെ മൈൻഡിനെ മാറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലെ എനർജിയിൽ തന്നെയാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത്. മുന്നോട്ട് പോകുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം പാസ്റ്റിലെ എനർജിയിൽ സ്റ്റക്കാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് ഇവരുടെ മനസ്സിലെ വിഷമങ്ങൾ പോലും തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഇത് ഒരു പ്രോബ്ലമാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ വേദന ഇങ്ങനെ വച്ച് ആ ഒരു വേദനയാണ് ദേഷ്യമായിട്ട് മറ്റൊരാളോട് നമ്മൾ തീർക്കുന്നത്. അതേ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഇമാജിനേഷൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ട് പൊസസീവ് ആവുക, നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങളുമായിട്ട് യൂണിയനിൽ വരിക, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇത്രയും നേരം നോക്കിയത് കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, ഫിസിക്കലി നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫേസ് ടു ഫേസ് നിങ്ങളെ കാണണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇമാജിനേഷൻ വളരെ സ്ട്രോങ് ആണ്. അതായത് മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ ഇമാജിനേഷൻ ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും ബൗണ്ടറീസ് നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം മറികടക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കിടയിൽ ദൂരം ഉണ്ടാവണം, നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാവണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ ഒരു ബൗണ്ടറീസിനെല്ലാം എൻഡാക്കുവാൻ ആഗ്രഹിക്കുന്നത്.
ഇവിടെ കുറേ നാളായിട്ട് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോയിലായിരുന്നു ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ മേലൊരു ആക്ഷൻ എടുക്കാതെ നിങ്ങൾ വിചാരിക്കും ഇവർ വന്നില്ലെങ്കിൽ എന്താ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. ഇവരും അതേപോലെ ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇനി എനിക്ക് ഇങ്ങനെ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ആക്ഷൻ എൻ്റെ പേഴ്സണിന് വേണ്ടി എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇവർ നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവാണ്, നിങ്ങൾക്ക് വേണ്ടി പാഷനേറ്റീവാണ്, ഭയങ്കരമായിട്ട് ഇമാജിനേഷൻ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചർ നിങ്ങളുമായിട്ട്. ഇവർ ഏത് രീതിയിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളോട് ഇവർ ഇത് പറയുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോ ആയി കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അഭിമാനം തോന്നുന്നു. കാരണം നിങ്ങൾ ഇവരെ ചിന്തിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഇവർക്ക് ഒത്തിരി അഭിമാനമുണ്ട്. അതായത് മുന്നേ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകാം, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായി കാണും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമങ്ങളെല്ലാം മറികടന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളെ വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് കാണും നിങ്ങളെ. അതൊക്കെ കണ്ടിട്ട് ഇവർക്ക് തന്നെ ഒരു അഭിമാനം തോന്നുകയാണ് നിങ്ങളോട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് നിങ്ങളെക്കുറിച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, എന്ത് സിറ്റുവേഷനാണോ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത് ആ സിറ്റുവേഷൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ എൻഡാക്കുമെന്നാണ് ഇവിടെ ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത്. കുറേ കർമ്മബന്ധങ്ങൾ ഇവരുടെ ലൈഫിലുണ്ട്. ആ ഒരു കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കർമ്മബന്ധം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒത്തിരി കാത്തിരുന്നു, ഇനി നിങ്ങൾക്ക് കാത്തിരിക്കുവാൻ സാധിക്കയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കർമ്മബന്ധങ്ങളെല്ലാം റിലീസാക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഇനി കാത്തിരിക്കുവാൻ വയ്യ. അതുകൊണ്ട് ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ബ്രേക്കപ്പിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ബ്രേക്കപ്പ് ആകുമെന്നാണ് ഇവിടെ എനർജി പറയുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ട് ഒരു സക്സസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സക്സസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സക്സസ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയല്ല, നിങ്ങൾക്കാണ് വിക്ടറി കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോൾസോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 8 ആണ്. അപ്പോൾ ഈ ഒരു എനർജി 27 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് 8 അവേഴ്സിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷനിന് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽ ഗൈഡൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ യൂണിയനിലാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ചില ആൾക്കാർക്ക് ഫോൾസ് ആയിട്ടുള്ള ബ്ലെയിം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി എല്ലാ കുറ്റവും നിങ്ങളുടെ മേൽ ചുമത്തുന്നതായിട്ട്, പക്ഷെ നിങ്ങൾ തെറ്റുകാരല്ല. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പെരുമാറുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ദൂരെ മാറുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അതായത് അവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ മേൽ കുറ്റം ചുമത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ പോകരുത് നിങ്ങൾ. ചില ആൾക്കാർ അവളുടെ ലൈഫിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ചില ഹെൽത്തി ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്, എങ്കിലേ നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.